ആയുധ വ്യാപാരി സഞ്ജയ് ഭണ്ഡാരിയുടെക്കെതിരായി ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചു. ആ കുറ്റപത്രത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെയും ഭർത്താവ് റോബർട്ട് വാദ്രയുടെയും പേര് പരാമർശിച്ചു പോകുന്നുണ്ട്. ആയുധ വ്യാപാരിയായ സഞ്ജയ് ഭണ്ഡാരി 2016 ഇന്ത്യയിൽ നിന്ന് കടന്നു. ഇംഗ്ലണ്ടിലാണ് ഭണ്ഡാരി ഇപ്പോൾ. ഭണ്ഡാരിയുടെ ഒപ്പം അന്ന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും അതുപോലെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശ നാണയ വിനിമയമായിട്ടുള്ള അനധികൃത ഇടപാടുകൾ, ഔദ്യോഗികമായി വരെ ചില വിവരങ്ങൾ ചോർത്തൽ, ഈ കുറ്റച്ചാർജിലെല്ലാമാണ് ഇപ്പം ഇ ഡി ഭണ്ഡാരിക്കെതിരായിട്ട് നീങ്ങിയിരിക്കുന്നത്. ഭണ്ഡാരി 2016 ഇംഗ്ലണ്ട് പോയിട്ട് ഇതുവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഭണ്ഡാരിയുടെ ഒപ്പം മലയാളിയായ സി തമ്പിയും അതുപോലെ ഇംഗ്ലണ്ടുകാരൻ തന്നെയായ സുമൃത് ചന്തയും അവരും പ്രതികളാണ്. സി തമ്പിയെ ചോദ്യം ചെയ്ത് അയാളെ 2020 ജനുവരിയിൽ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 10 വർഷമായിട്ട് റോബർട്ട് വാദ്രയുമായിട്ട് തനിക്ക് അടുപ്പമുണ്ടെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര, അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നോർത്ത് ഇന്ത്യയിലുള്ള പല റിയൽ എസ്റ്റേറ്റ് ആൾക്കാരുമായി നല്ല ബന്ധമുണ്ട്, ബിസിനസ് നടക്കുന്നുണ്ട്. പക്ഷേ ഈ കുറ്റച്ചാർജിനകത്ത് സഞ്ജയ് ഭണ്ഡാരിക്കെതിരായിട്ടുള്ള കുറ്റച്ചാർജിൽ പ്രിയങ്ക ഗാന്ധിയുടെയും റോബർട്ട് വധേരയുടെയും പേര് പരാമർശിക്കുന്നുണ്ട്. പക്ഷേ അവർ പ്രതിയല്ല. അവരുടെ 2 ട്രാൻസാക്ഷൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. കാരണം 2005-2006 കാലഘട്ടത്തിൽ ഒരു 5 ഏക്കർ സ്ഥലം പ്രിയങ്ക ഗാന്ധി വാങ്ങിച്ചിരുന്നു. അത് ഹരിയാനയിലെ ഫരീദാബാദിലുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ HL പഹ്വായിൽ നിന്ന് വാങ്ങിച്ചതാണ്. 5 ഏക്കർ ചില്ലുവാന് സ്ഥലം, 6 ഏക്കർ തികയില്ല. ആ വസ്തു പഹ്വായിക്ക് തന്നെ 2010 വിൽക്കുകയും ചെയ്തു. ആ ട്രാൻസാക്ഷൻ മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാക്കിയിരിക്കാം. 2005-6 കാലഘട്ടത്തിൽ വാങ്ങിച്ചിട്ട് 5 വർഷം കഴിഞ്ഞപ്പം അത് വിറ്റു, അയാൾക്ക് തന്നെ വിൽക്കുകയും ചെയ്തു. അപ്പോൾ അതൊരു ഇന്ത്യയിലെ ഒരു സ്ഥല കച്ചവടം ചെയ്ത് അത് കുറച്ച് നാൾ കഴിഞ്ഞ് മാറ്റി കച്ചവടം ചെയ്ത് അതിൽ നിന്ന് ലാഭം എടുക്കുന്നത് അത് കുറ്റകരമല്ല. അതിന് ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതുപോലെ തന്നെ 2006 കാലഘട്ടത്തിൽ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര, അദ്ദേഹം 40 ഏക്കർ സ്ഥലം HL പഹ്വായിൽ നിന്ന് വാങ്ങി. അത് 2010 മറിച്ച് വിറ്റു, അയാൾക്ക് തന്നെ വിറ്റിരിക്കുന്നു. അതിനകത്ത് മോണിറ്ററി ബെനിഫിറ്റ് 2 പേർക്കും ഉണ്ടായിട്ടുണ്ടാവും. അത് ഇന്ത്യയിൽ നടന്നൊരു ട്രാൻസാക്ഷനാണ്. അതിനകത്ത് വിദേശ ഫണ്ടും വിദേശ ഇടപാടുകളും ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് 2 പേരുടെയും പേര് ഇ ഡി പരാമർശിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇതിനകത്ത് മറ്റൊരുമായിട്ടുള്ള ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഭണ്ഡാരിയായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ പഹുവായിട്ട് ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് 2 പേര് ആ ട്രാൻസാക്ഷൻ ഇതിനകത്ത് പറഞ്ഞുപോയി. അതിനകത്തൊരു ഒഫൻസും ഇല്ല. അതുകൊണ്ട് 2 പേരെയും പ്രതിയാക്കിയില്ല, അവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. ഏതായാലും ഇന്ത്യയിലെ ആർക്ക് വേണമെങ്കിലും ബിസിനസ് ചെയ്യാം, റിയൽ എസ്റ്റേറ്റ് ഏത് ബിസിനസ് വേണമെങ്കിലും ചെയ്യാം. അതിൽ നിന്നുണ്ടാക്കുന്ന ലാഭം, അത് കൂടിയ ലാഭമായാലും ശരി, അത് ഇൻകം ടാക്സിൽ കാണിക്കണം, അതിൻ്റെ ടാക്സ് അടയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും പ്രിയങ്ക ഗാന്ധിയും വാദ്രയും ആ ട്രാൻസാക്ഷൻ്റെ ടാക്സുകൾ കിട്ടിയ പ്രോഫിറ്റ് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അവർ ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഈ സി തമ്പി എന്ന് പറയുന്ന മലയാളി, അയാൾ കുറേ വർഷങ്ങളായിട്ട് ഡൽഹിയും പരിസര പ്രദേശങ്ങളിലെല്ലാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന ആളാണ്. അയാളെ ഭണ്ഡാരിയായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ പേരിൽ, ഭണ്ഡാരിയുമായിട്ടുള്ള ട്രാൻസാക്ഷൻ്റെ പേരിൽ, പണമിടപാടിൻ്റെ പേരിൽ ജനുവരിയിൽ 2020 അറസ്റ്റ് ചെയ്യുകയും പിന്നെ അങ്ങനെ ജാമ്യത്തിൽ നിൽക്കുകയും കൂടെ ആയി. 10 വർഷമായിട്ട് അയാൾക്ക് വാദ്രയായിട്ട് ബന്ധമുണ്ടെന്നും വെളിപ്പെടുത്തുകയുണ്ടായി. ഏതായാലും ഈ കേസിനകത്ത് രാഷ്ട്രീയമായ ചില പകപോക്കലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ ട്രാൻസാക്ഷനകത്ത് യാതൊരു ഒഫൻസും ഇല്ല എന്ന് ഇ ഡി തന്നെ പറയുന്നു. പിന്നെ എന്തുകൊണ്ടാണ് 2 പേരുടെയും പേര്
അതിനകത്ത് പരാമർശിക്കേണ്ട ആവശ്യമില്ല. ഇനി സാക്ഷിയായിട്ട് കോടതി വരുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും രണ്ടുപേരെയും പേര് അതിനകത്ത് പരാമർശിച്ചു പോയ സ്ഥിതിക്ക് അവർ സാക്ഷിയായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഏതായാലും ഭണ്ഡാരിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ കേസിൻ്റെ ട്രയൽ ആരംഭിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഇപ്പം പുതിയ നിയമം പാർലമെൻറ്റിൽ പാസ്സാക്കി, CRPC IPC എവിഡൻസ് ആക്ട്. അതിനകത്ത് പുതിയ ഇന്ത്യയുടെ ആ നിയമത്തിനകത്ത് ഒരാൾ 3 മാസത്തിനകം ആ കേസിനകത്ത് പ്രതിയാക്കിയ ആൾ ഇന്ത്യയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാളുടെ ആബ്സെൻസിൽ അയാളെ കോടതി നടപടിയായിട്ട് മുന്നോട്ട് പോയി ശിക്ഷിക്കാം, അല്ലെങ്കിൽ വെറുതെ വിടാം, ആ കേസ് ട്രയൽ നടത്താം എന്ന് പുതിയ ആ നിയമവകുപ്പിനകത്ത് വന്നു കഴിഞ്ഞു. അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന എപ്പം മുതലാണ് നമുക്കൊന്നും അറിയില്ല. ഇന്ത്യയിലെ എല്ലാ കോടതികളിലും ഇതുപോലെയുള്ള ധാരാളം നിയമപ്രശ്നങ്ങൾ ഇനി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 3 നിയമങ്ങളും പരിച്ഛേദം അത് മാറ്റിയിട്ടുണ്ട്. ഇന്ത്യൻ പീനൽ കോഡിലൊക്കെ 302 നമുക്ക് കാണാപ്പാടമാണ് എല്ലാവർക്കും. 302 എന്ന് പറഞ്ഞാൽ കൊലപാതകം. ഇവിടെ സാധാരണക്കാരനും എല്ലാവർക്കും അറിയാം. മിനിമം വിദ്യാഭ്യാസം ഉള്ളവർക്ക് വരെ കൊലപാതകം എന്ന് പറഞ്ഞാൽ 302 എന്നെല്ലാവരും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ നിയമത്തിൽ ആ സെക്ഷൻ മാറി ആ 302 പകരം സെക്ഷൻ വേറെ ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെയാണ് എല്ലാ കേസിനകത്ത് 120B ഗൂഢാലോചന അതും സെക്ഷൻ മാറിയിട്ടുണ്ട്. അപ്പം ഇന്ത്യൻ പീനൽ കോഡിനകത്ത് ധാരാളം സെക്ഷൻ നമ്മളെല്ലാം പഠിച്ചു വച്ചിരിക്കുന്നതും ആ സെക്ഷനാണ് കോടതിക്കും വക്കീലന്മാർക്കും പോലീസിനും ഒക്കെ അറിയാവുന്നത്. പക്ഷേ അത് മുഴുവൻ തകിടം മറിഞ്ഞു പോയിട്ടുണ്ട് പുതിയ 3 പുസ്തകത്തിലും. കാരണം സെക്ഷൻസ് എല്ലാം മാറി, എല്ലാവരും ആദ്യം മുതലേ പഠിക്കേണ്ടിയിരിക്കുന്നു. കോടതിയും വക്കീലന്മാരും പഠിക്കുന്നതിന് മുമ്പേ ഇന്ത്യയിലെ പോലീസ് അത് പഠിച്ചിരിക്കണം. അവർ പുതിയ നിയമത്തിലെ ആ നിയമത്തിൻ്റെ സെക്ഷൻസും പുതിയ നിയമത്തിൽ വന്ന കാതലായ മാറ്റങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ അത് ഇനി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് കുറേ അധികം കാലങ്ങൾ വേണ്ടി വരും. കാരണം ഇന്ത്യയെ ബ്രിട്ടീഷുകാർ പോയ ശേഷം അന്ന് മുതൽ ഇന്ന് വരെ ഇന്ത്യയിലെ അഡ്വക്കേറ്റ്സുകൾ പാരമ്പര്യമായി ഇന്ത്യയിലെ കോടതികളും സാധാരണക്കാരും ലിറ്റിഗൻസും അതുപോലെ തന്നെ ഈ കേസിനോട് താല്പര്യമുള്ളവരൊക്കെ മിക്കവാറുള്ള വകുപ്പുകളെ പറ്റി ആ സെക്ഷൻ അറിയാം, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അറിയാം. പക്ഷേ ഇപ്പോഴത്തെ പുതിയ ഈ 3 നിയമ മാറ്റങ്ങളിലും കംപ്ലീറ്റ്ലി ഇന്ത്യൻ പീനൽ കോഡിലെ മുഴുവൻ സെക്ഷനും മാറിയിട്ടുണ്ട്. നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന എല്ലാ സെക്ഷനും മാറി, അത് വേറെ പല സ്ഥലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഏകദേശം 19 പുതിയ റിപ്പീൽ ചെയ്ത സെക്ഷൻസ് തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. പക്ഷേ അത് 3 നിയമങ്ങളും പുതിയ നിയമങ്ങളും പാർലമെൻറ്റ് പാസ്സാക്കി കഴിഞ്ഞു. അത് കോൺഗ്രസ് പ്രതിപക്ഷത്തിൻ്റെ യാതൊരു MP-മാരും ഇല്ലാതെ തന്നെ അവരെല്ലാം പുറത്താക്കിയ ശേഷം ഈ പുതിയ നിയമങ്ങൾ അവിടെ പാസ്സാക്കി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിപ്പം ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പിട്ട് കഴിയുകയും ചെയ്തു. രാജ്യത്ത് അത് നിയമമാവുകയും ചെയ്തിരിക്കുന്നു.